പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഒരു വലിയ സംഘട്ടനത്തിലൂടെ, ഒരു പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ കാശ്മീരിൽ വിനോദസഞ്ചാരികളായ 10-30ഓളം നമ്മുടെ സുഹൃത്തുക്കളെ അതിക്രൂരമായി ഭീകരവാദികൾ കൊന്നുതള്ളുകയുണ്ടായി. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കുക, തക്കതായ രൂപത്തിൽ അതിന് ശിക്ഷ നടപ്പിലാക്കുക എന്നതൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യവും അധികാരവുമാണ്. കാരണം രാജ്യം അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ആ രാജ്യത്തുള്ള സർവ്വജനങ്ങൾക്കും പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന രാജ്യങ്ങളാണ്. ആ സുരക്ഷാ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങളെ, അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക, അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന നടപടിക്രമങ്ങളാണ്. എന്നതുപോലെ നമ്മുടെ രാജ്യവും, നമ്മുടെ രാജ്യത്തുണ്ടായ ആ വലിയ ഭീകരാക്രമണത്തിന് പകരമെന്നോണം അതിൻ്റെ ഉറവിടങ്ങളെ തേടി രാജ്യത്തിൻ്റെ സേനകൾ മുന്നോട്ട് പോവുകയും അതിന് തക്കതായ രൂപത്തിലുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ആക്രമണം, കാശ്മീരിൽ നടന്ന ആ ആക്രമണവും അതിൽ നടന്ന ആളുകളുടെ മരണപ്പെടലും കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ചയോളം സമയമെടുത്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് ഇന്ത്യ മഹാരാജ്യം മുതിരുന്നത്. ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു കീഴ്ഘടകമായ ഒരു സംഘടന ഏറ്റെടുത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യത്തോട് രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ആ തീവ്രവാദികളെ അടിച്ചമർത്തുവാനും ഇല്ലാതാക്കുവാനും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവർ രാജ്യത്തിൻ്റെ ആ കൽപ്പനയെ ഉൾക്കൊള്ളുവാനോ അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവാതെ വന്ന സാഹചര്യത്തിൽ രാജ്യം നമ്മുടെ പൗരന്മാർക്ക് വന്ന ആ വേദനയിൽ, അവർക്ക് വന്ന ആ നാശനഷ്ടത്തിൽ അതിന് കാരണക്കാരായ ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പോരാട്ടം നടത്തുകയാണ്. നമ്മളൊരു കാരണവശാലും നമ്മൾ അയൽ രാജ്യമാകുന്ന രാജ്യത്തുള്ള സിവിലിയന്മാരെ, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമല്ല നടത്തുന്നത് എന്ന് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചതാണ്. നമ്മുടെ പ്രധാനമായ ഫോക്കസ് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ഒരുപാട് കാലങ്ങളായി, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ രാജ്യത്തുള്ള ഭീകരാക്രമണവും പ്രവർത്തനങ്ങളും. ആയിരക്കണക്കിനായ ആളുകൾ വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ നിന്ന് നടന്ന ഭീകരാക്രമണങ്ങളിൽ അവർ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട്. അപ്പോഴെല്ലാം സംയമനം പാലിക്കുകയും രാജ്യത്തിൻ്റെയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കൽപ്പനകളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ മാനിച്ച് ശാന്തമായി സമാധാനത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തു വന്നതാണ്. എന്നാൽ വീണ്ടും അത് തുടർക്കഥയായി മാറുകയും രാജ്യത്തുള്ള മനുഷ്യർക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രൂപത്തിൽ, എവിടെയും ഏത് സമയവും ആക്രമിക്കപ്പെടാമെന്ന ഭീതി നിറഞ്ഞൊരു സാഹചര്യം രാജ്യത്തുണ്ടാകുമ്പോൾ അതില്ലായ്മ ചെയ്യുക എന്നത് ഭരണകൂടങ്ങളുടെയും രാജ്യത്തിൻ്റെയും ഒരു ഉത്തരവാദിത്വം എന്ന നിലക്ക് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു രാജ്യവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്താണെങ്കിലും അയൽ രാജ്യങ്ങളിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും തീവ്രവാദവും ഭീകരവാദവും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിലൂടെ മനുഷ്യർക്ക് വരുന്നത് വല്ലാത്ത നഷ്ടങ്ങളാണ്, ദുരിതങ്ങളാണ്. ഇതിൻ്റെ ഇരകളായിട്ട് മാറുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ്.
തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകാം. അവർ മുന്നിൽ കാണുന്ന ആശയങ്ങളെ, അവരുടെ അഭിപ്രായങ്ങളെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അറ്റാക്കുകളും ഒക്കെ അവർ ചെയ്യുന്നത്. പക്ഷെ അതിനിരയാക്കപ്പെടുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു നിലക്കും ഒരു രാജ്യവും പ്രോത്സാഹിപ്പിക്കാറില്ല, പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക രാജ്യങ്ങൾ മുഴുവനും അതിനെതിരെ ശക്തമായി നിലപാടുകൾ ഉൾക്കൊള്ളുന്നവരും സ്വീകരിക്കുന്നവരും ലക്ഷക്കണക്കായ കാശ് രൂപ അതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പല ഉച്ചകോടികളിലൂടെയായിട്ട് പറയുന്നതും ലോകത്തു നിന്ന് തീവ്രവാദത്തെ നീക്കം ചെയ്യപ്പെടണം, അത് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പറയുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെയുള്ള ഒരു പോരാട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാണ്. ആ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഓരോ പൗരന്റെയും അവകാശമാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് രാജ്യത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ, രാജ്യത്തിൻ്റെ സേനക നായകന്മാരോട് അവർക്ക് പ്രോത്സാഹനം നൽകാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രാജ്യത്തെ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതിന് വിരുദ്ധമായ ഒരു കാര്യങ്ങൾ ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അത് രാജ്യസ്നേഹത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതക്കും വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ രാജ്യത്തിനോടൊപ്പമാണ്, നമ്മുടെ ഇന്ത്യയോടൊപ്പമാണ്. കാരണം നമ്മൾ ജനിച്ച നാട് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്, നമ്മൾ വളർന്നതും ഇവിടെ തന്നെയാണ്. പിന്നീട് നാം മരണപ്പെടുമ്പോൾ 6 അടി മണ്ണിൽ അടക്കം ചെയ്യപ്പെടേണ്ടതും ഈ ഇന്ത്യ എന്ന മഹിതമായ രാജ്യത്താണ്. ഇവിടെയാണ് നമ്മുടെ മക്കൾ വളരുന്നത്, ഇവിടെയാണ് ഭാവി തലമുറകളും വളർന്നു വലുതാകുന്നത്. അതുകൊണ്ട് ഈ രാജ്യം നമ്മുടെ ഉമ്മയെപ്പോലെയാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധമായ മക്കയും മദീനയെങ്കിൽ പോലും, മക്കയും മദീനയാണെങ്കിൽ പോലും എൻ്റെ രാജ്യത്തോട് പോരടിക്കാൻ വന്നാൽ ആ പോരാട്ടത്തിൽ ഒന്നാമനായി ഞാൻ ഉണ്ടാകുമെന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള രാജ്യസ്നേഹികളാകുന്ന ആളുകൾ നമ്മെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം നടക്കുമ്പോൾ പോലും ഈ പോരാട്ടത്തിന് 2 സ്ത്രീകളെയാണ് ചുമതലപ്പെടുത്തിയത്. അതിൽ ഒരു മുസ്ലിമായ ഒരു വനിതയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തുള്ള മുസ്ലിമും ഈ രാജ്യത്തുള്ള സർവ്വ ആളുകളും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും നമുക്ക് ഈ രാജ്യത്തിനെതിരെ നിൽക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. ഹബ്ബുൽ വത്വനി മിനൽ ഈമാൻ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക, അതിൻ്റെ ഉയർച്ചകളിൽ സന്തോഷിക്കുക, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹബ്ബുൽ വതൻ, രാജ്യസ്നേഹമാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് രാജ്യത്തേക്ക് പോയാലും, ഗൾഫിലേക്ക് പോവുകയാണെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം നാട്, സ്വന്തം വീട്, നാം അധിവസിക്കുന്ന രാജ്യം, ആ രാജ്യത്തേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അത് നമ്മുടെ മാതാവിനെ പോലെയാണ്. അതുകൊണ്ടാണ് രാജ്യത്തോടൊപ്പം നിലനിൽക്കാൻ നാം പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യമാവാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാരാകുന്ന ആളുകൾ അതിന് ഒന്നാമതായി പോരാട്ട വീതികളിൽ ആദ്യമായിട്ട് നിലകൊണ്ടിരുന്നത് മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രാജ്യത്തെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത് നമ്മളാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ്. മറ്റുള്ള മതങ്ങളോടൊപ്പം, മറ്റുള്ള ആളുകളോടൊപ്പം തോളോട് തോൾ ചേർന്നിരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ കെട്ടുകെട്ടിച്ചവരാണ് നമ്മൾ. അപ്രകാരം ഇനിയും ഏതൊരു ശത്രുക്കൾ വന്നാലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഭദ്രതയെയും മതസൗഹാർദ്ദത്തെയും തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിനൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് രാജ്യങ്ങളെ, നാം അധിവസിക്കുന്ന നാടിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കറിയാം, പിറന്ന വീണ മണ്ണ് പരിശുദ്ധമായ മക്കയാണ്.
പരിശുദ്ധമായ മക്കയിലാണ് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് മഹാനായ നബി തങ്ങൾ തുടക്കം കുറിച്ചതും. പക്ഷേ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മഹാനായ നബി തങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്കറിയാൻ പറ്റുന്നതാണ്. പിറന്ന നാടിൽ നിന്ന് നബി തങ്ങളെ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പരിശുദ്ധമായ മക്കയോട് വിട പറഞ്ഞു പോകുമ്പോ പരിശുദ്ധ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം, പ്രിയമുള്ള മക്ക നീയാണ്. നീ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു നാടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്കും നിന്നോട് വല്ലാത്ത പ്രേമമാണ്, ഇഷ്ടമാണ്. നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും നിന്നെ വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, നാം ജീവിച്ച് വളർന്ന നമ്മുടെ മണ്ണ്, ആ മണ്ണ് നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അതിനോട് അങ്ങേയറ്റത്തെ സ്നേഹം ഉണ്ടാവണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ ഒരു ഈമാൻ ഉൾക്കൊള്ളുന്ന വിശ്വാസികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഏത് സന്നിഗ്ധ ഘട്ടങ്ങളാണെങ്കിലും ആ രാജ്യത്തിന്റെ ഭദ്രത, അതിന്റെ കെട്ടുറപ്പ്, അതിന്റെ സുരക്ഷിതത്വം ഈ രാജ്യത്ത് ഓരോ പൗരന്മാരിലും നിക്ഷിപ്തമാണ്. നാം അതിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരുമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതക്ക്, അതിന്റെ ഭദ്രതക്ക് കോട്ടം സംഭവിക്കുന്ന പ്രവർത്തികളിൽ നാം ചെയ്യാനും പാടില്ല. കാരണം നമ്മുടെ രാജ്യം അങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടങ്ങളും അതിലൂടെ നാം സ്വാതന്ത്ര്യം നേടിയെടുത്തതും അതിനുശേഷം നാളിതുവരെ നമ്മുടെ രാജ്യം അങ്ങനെ തന്നെയാണ് നിലകൊണ്ടുപോന്നിട്ടുള്ളത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും എല്ലാവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ മനുഷ്യരായി കണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. ചില കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ചില ബുദ്ധിമോശമുള്ളതായ ആളുകൾ അതിനൊക്കെ എതിരായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ ജനറലായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വഭാവമാണ്. എല്ലാവരും ഒരുമയോടെ പോകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, ദീർഘകാലം യുദ്ധമുണ്ടാവുക എന്നൊന്നും ഒരാളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യവും അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തുറന്നു കൊണ്ടുപോവാൻ, നീട്ടിക്കൊണ്ടുപോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിന്റെയും അതിന്റെ നിലനിൽപ്പിന്, അതിന്റെ വളർച്ചയ്ക്ക് പ്രധാനമായ ഒരു ഘടകം ശാന്തിയാണ്, സമാധാനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത ലഹു ദുനിയാ ബിഹദാഫിരിഹാ. ഏതെങ്കിലും ഒരാൾ രാവിലെ എഴുന്നേറ്റപ്പോ അവന്റെ വീട്ടിൽ, അവന്റെ നാട്ടിൽ അവൻ ശാന്തനാണ്, സമാധാനമുള്ളവനാണ്, അവൻ ആഫിയത്തുള്ളവനാണ്, പ്രയാസമില്ലാത്തവനാണ്. അന്നത്തെ ജീവിക്കുവാനുള്ള സാഹചര്യവും ഭക്ഷണവും സാമ്പത്തികമായ ഭദ്രതയും അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും കീഴടക്കിയവനെ പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ രക്ഷപ്പെടുന്നവരാവാൻ, വിജയികളാവാൻ, ജീവിതത്തിൽ സന്തോഷമുള്ളവരായി തീരാൻ ഉള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നിർഭയത്വം. 2 ആഫിയത്ത്, ആരോഗ്യം, സാമ്പത്തികമായ സുരക്ഷിതത്വം, ഭദ്രത. ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാവാൻ പാടില്ല. ഇതുണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ആളുകളെയും അത് കൃത്യമായി ബാധിക്കുകയും രാജ്യത്തിന്റെ വളർച്ച മുരടിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഫലസ്തീനിലെ ജനങ്ങളൊക്കെ 1.5 വർഷത്തോളമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥത, നിർഭയത്വമില്ലായ്മ, പേടിയും ഭയവും. എന്തുകൊണ്ടാണ്? നിരന്തരമായി ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരമായ രാഷ്ട്രം ആ രാജ്യത്ത് കടന്നുകൂടി ആ രാജ്യത്തെ പാവങ്ങളെ ഉന്മൂലനാശം വരുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ ശാന്തിയും സമാധാനവും ഇല്ലാത്തത്. മനുഷ്യർ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കാൻ. അവരെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെ പ്രതിരോധിക്കുവാനോ അതിനെ ഇല്ലായ്മ ചെയ്യുവാനോ ലോകത്ത് ഒരാളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്നത് വല്ലാത്ത വിരോധാഭാസമായ സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഘർഷങ്ങളില്ലാതെ എല്ലാവരെയും
ഒരുമയോടുകൂടെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. അല്ലാഹു തആല എല്ലാ സംഘർഷങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും യുദ്ധങ്ങളെയും സമാധാനപരമായി അല്ലാഹു അവസാനിപ്പിച്ച് ശാന്തിയും സമാധാനവും എല്ലായിടത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.